ഇന്ന് അന്താരാഷ്ട്ര ചക്ക ദിനം. വർഷം മുഴുവൻ സുലഭമായി ചക്ക കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, കൊല്ലം വെളിയത്ത്. തപോവൻ ഹാപ്പിനെസ് വാലിയിൽ അഡ്വക്കേറ്റ് വെളിയം KS രാജീവ് വെച്ചുപിടിപ്പിച്ചത് 550 പരം പ്ലാവുകളാണ്. ചക്കയും പ്ലാവും വെളിയം KS രാജീവ് എന്ന അഭിഭാഷകന് നിയമപുസ്തകങ്ങളെപ്പോലെ ഏറെ പ്രിയങ്കരമാണ്. രാജേട്ടാ, ഇത്രയും പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് ഈ ചക്കകൾക്ക് അല്ലെങ്കിൽ ഈ പ്ലാവുകൾക്ക് എന്താണ് ഇത്രയും ഒരു പ്രാധാന്യം കൊടുക്കുന്നത്? ചക്ക ശരിക്കും നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആരോഗ്യവത്തായ ആഹാരമാണ്. ഇതുവരെ മായം ചേർപ്പ് തുടങ്ങാത്ത ഒന്നാണ്. നമ്മുടെ ബോഡി മെറ്റബോളിസത്തെ സമ്പൂർണ്ണമാക്കുന്ന നാരുകളും അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങളും ചക്കയിൽ ധാരാളമായിട്ടുണ്ട്. ദിവസം ഒരു 30 ഗ്രാം ചക്ക കഴിക്കുന്ന ഒരാളിന് ക്യാൻസർ വരാനുള്ള സാധ്യത തീരെ. ചക്കയെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ഗവേഷണം നടത്തിയത് ജർമ്മൻ ശാസ്ത്രകാരനാണ്. 10 വർഷത്തിന് മുമ്പ് ഒരു ശാസ്ത്രമാസികയിലാണ് ചക്കയുടെ അത്ഭുതകരമായ ആരോഗ്യം കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഈ 6 ഏക്കറിലും റബ്ബർ വെട്ടിമാറ്റിയാണ് ഇവിടെ കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ പ്ലാവിൻ തോട്ടം തുടങ്ങി. 10 വർഷം മുമ്പ് കൊല്ലം വെളിയത്ത് തുടങ്ങിയ തപോവൻ വാലി ഇന്ന് മനസ്സിന് സന്തോഷം പകരുന്ന ഒരിടം കൂടിയാണ്. ശുദ്ധവായുവും ശുദ്ധജലവും ഉറപ്പാക്കി പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പച്ചപ്പ് 6 ഏക്കറിൽ ഒരുക്കിയാണ് തപോവൻ യാഥാർത്ഥ്യമാക്കിയത്. ഈ ചക്കകളുടെ കുഞ്ഞനായ വിയറ്റ്നാം ചക്ക മുതൽ 50 കിലോയ്ക്ക് മുകളിലുള്ള നാടൻ ചക്കകളുടെ വരെ വിപുലമായ ശേഖരമാണ് ഈ തപോവനിലുള്ളത്. നാടൻ പ്ലാവുകൾ ഒരു 100 കൊല്ലം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചക്ക തീരുമാനിച്ചിട്ടാണ്. കഴിഞ്ഞ വർഷം ഇതിനകത്ത് 150ഓളം ചക്കയുടെ വലിപ്പം 15 കിലോയ്ക്ക് താഴെ, അവസാനം ഇപ്പം നമ്മൾ കാണുന്ന ഈ 3 കിലോയിൽ വരെ വന്നെത്തും. പക്ഷേ നല്ല രുചിയാണ്. വിയറ്റ്നാംകാരനാണ്. ഒരുതരം ഗോൾഡൻ യെല്ലോയാണ് അതിൻ്റെ ചുവയുടെ നിറം. പിന്നെ അസാധ്യമായ മണമാണ്. അതുകൊണ്ട് ഞാൻ ഈ സിന്തറ്റിക് സ്മെൽസ് ഒന്നും വണ്ടിക്കകത്ത് ഉപയോഗിക്കും. പകരം ഒരു ചക്ക വെട്ടി വണ്ടിക്കകത്ത് അതിന് അസാധ്യമായ മണമാണ്. മായമില്ലാത്ത ചക്കയ്ക്ക് ഏറെ ഔഷധ ഗുണമാണുള്ളത്. ചക്കയുടെ പുത്തൻ വിപണന മാർഗങ്ങൾ തേടുകയാണ്. ഒപ്പം കുളിർക്കാറ്റേറ്റ് മാനസികാരോഗ്യം ഉറപ്പാക്കുന്ന വിവിധ പരീക്ഷണങ്ങളും. ചെറുതും വലുതുമായ ഇനങ്ങളിൽ വിദേശിയും സ്വദേശിയും അടങ്ങുന്നതാണ് ചക്കത്തോട്ടം. ഭൂരിപക്ഷവും നാടൻ ഇനങ്ങളാണ്. 2 തരത്തിലാണ് അതിനെ സെലക്ട് ചെയ്തത്. 1 ടേസ്റ്റ്, 2 പ്രൊഡക്ടിവിറ്റി. പിന്നെ വിദേശ ഇനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. വിദേശ ഇനങ്ങൾ വിയറ്റ്നാം സൂപ്പർ ഏർലി ഉണ്ട്, കംബോഡിയൻ റോസ് ഉണ്ട്, ഡാങ് സൂര്യയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാടൻ ചെമ്പരത്തി വരിക്ക എന്ന് പറയുന്ന അത്ഭുതകരവും അസാധാരണവുമായ അരോമയുള്ള കുറച്ച് പ്ലാവുകളുണ്ട്. എന്തായാലും ഈ ചക്ക ദിനത്തിൽ വരിക്കച്ചക്ക അടർത്തി വെട്ടി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ആ ചുള കഴിക്കുമ്പോഴുള്ള ഒരു സുഖവും ആ രുചിയൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാനാവില്ല. ദിവസം വാർത്തകൾക്ക് വേണ്ടി വെളിയത്തു നിന്നും ഷിജു മോഹൻ സീസിനൊപ്പം ബി ശ്രീകുമാർ.